അത് തന്നെ പറയാണ്. രണ്ട് കാര്യങ്ങൾ തന്നെ പറയാണ്. ദ്വാവിമൗ കണ്ടകൗ തീക്ഷ്ണൗ, 63-ാം പേജ്. ദ്വാവിമൗ കണ്ടകൗ തീക്ഷ്ണൗ ശരീര പരിശോഷിണൗ യശ്ചാധന കാമയതയെ യശ്ച കുപ്യത്യനീശ്വര. ദ്വാവിമൗ കണ്ടകൗ തീക്ഷ്ണൗ. ഇവിടെയൊക്കെ ഈ അന്വയം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് അധനഃ യശ്ച കാമയതയെ. അധന, യാതൊരു പൈസ ഇല്ലാത്ത, ഒരു സമ്പത്തൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ഭോഗവസ്തുവിന് അഭിലഷ നിർധന, യാതൊരു പൈസ ഇല്ലാത്ത അയാൾ ടി വി വാങ്ങണം, കാറ് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വിഷമമാണ് അയാൾക്ക്. ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലാണ്ടുണ്ട്, എന്നാൽ പൈസയൊന്നും അയാളുടെ കയ്യിലില്ല. പിന്നെ അനീശ്വര യശ്ച കുപ്യതി, മറ്റേ പ്രതികാരത്തിന് അശക്തനായിട്ട് കൂടി, അനീശ്വരനായിട്ട് കൂടി അയാള് അവരുടെ മറ്റെന്താണ് ഈ ആവശ്യമില്ലാണ്ട് പ്രതികാരം ചെയ്യാനുള്ള കഴിവില്ലാണ്ട് ഇയാൾക്ക് ശത്രുക്കളോട് കോപം. പ്രതികാരായ അശക്നുവൻ അഭിക്രുത്യൻ ജനഹ, പ്രതികാരം ചെയ്യാൻ യാതൊരു ശക്തിയും ഇല്ലാതെ തന്നെ അവർ ശത്രുക്കളോട് കോപിക്കാം. അതാ. അല്ലെങ്കിൽ അവനവൻ്റെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം തന്നെ എടുത്തോളൂ, ഭാര്യനൊന്നും ചീത്ത പറയാനുള്ള അധികാരമൊന്നുമില്ല. അനീശ്വര, അവരൊന്നും സ്വാമിയല്ല, അവരൊക്കെ സ്വാമി ദൈവമാണ്. ഭാര്യയുടെ ഒക്കെ ഒക്കെ ഉടമസ്ഥനായിട്ടുള്ള ആൾ ഈശ്വരനാണ്. അപ്പൊ താനാണ് ഇതിൻ്റെയൊക്കെ അധികാരി എന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ കോപിക്കുകയാണ്. യശ്ച കുപ്യതി, അവരോടൊക്കെ വളരെ മോശമായിട്ട് ദേഷ്യം പിടിച്ച് പറയാം. ഇമൗ ദൗ, ഈ രണ്ട് ആളുകളെയും ശരീര പരിശോഷിണവും തീക്ഷ്ണവും കണ്ടകൗ സ്ഥ, ഈ രണ്ട് കാര്യങ്ങളും ഇമൗ ദൗ, പൈസ ഇല്ലാണ്ട് വലിയ ആഗ്രഹങ്ങളുള്ള ആൾക്കാരും മറ്റേ പ്രതികാരത്തിന് ശക്തിയൊന്നും ഇല്ലാണ്ട് ശത്രുക്കളോട് കോപം ഉള്ള ആളുകളും, ഇവർ രണ്ടുപേരും ശരീരത്തിനെ പരിശോഷിപ്പിക്കുന്ന, ശരീരത്തിനെ നശിപ്പിക്കുന്നവരായിട്ടുള്ള തീക്ഷ്ണവും കണ്ടകവും സ്ഥ, തീക്ഷ്ണങ്ങളായിട്ടുള്ള വളരെ വളരെ മൂർച്ചയേറിയ രണ്ട് കണ്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ മുള്ളുകൾ എന്നുള്ള അർത്ഥമാണ്. ശല്യരൂപവസ്ഥ സംസ്കൃതം. ശല്യം എന്ന് പറഞ്ഞാൽ ഒരു മറ്റെന്താണ്, ഒരു വേദന ഉണ്ടാക്കുന്ന സാധനം. ശല്യതന്ത്രം എന്നൊക്കെ പറഞ്ഞ ആയുർവേദത്തിന്റെ ഒരു വിഭാഗമുണ്ട്, ശസ്ത്രക്രിയാ വിഭാഗം. അപ്പൊ ശസ്ത്രം, ഈ മറ്റേ ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ്. കത്തി സൂചി മുതലായിട്ടുള്ള സാധനങ്ങൾ, ഓപ്പറേഷനൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഉപയോഗിക്കുക. അത് ശസ്ത്രം. കയ്യിൽ നിന്ന് വിട്ട് പ്രയോഗിക്കുന്നതാണ് അസ്ത്രം. മനസ്സിലായല്ലോ? അല്ലാതെ രണ്ടും ഒരു വ്യത്യാസമുണ്ട്. അപ്പം ശസ്ത്രക്രിയ എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പം ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ആ രണ്ട് സാധനങ്ങളെ കൊണ്ടാണ് ആഗ്രഹം വല്ലാണ്ടുണ്ട്, പൈസയൊന്നുമില്ല, പിന്നെ കഴിവില്ലാണ്ട് അവരോട് പ്രതികാരം ചെയ്യാനുള്ള ശക്തിയൊന്നുമില്ല, എന്നാലും അവരോട് ഭയങ്കര ദേഷ്യമാണ്. ഈ രണ്ട് സാധനങ്ങളും തീക്ഷ്ണങ്ങളായുള്ള മുള്ളുകളാണ്, ശരീരത്തെ നശിപ്പിക്കുന്നതായ രണ്ട് മുള്ളുകളാണ് എന്നർത്ഥം. ശല്യം എന്ന് പറഞ്ഞാൽ അമ്പ് എന്നൊക്കെ അർത്ഥമാണ്. ശല്യം, വേദന. അപ്പോൾ പിന്നെയും പറയാം, ദ്വാവേവന്ന വിരാജയതേ വിപരീതേന കർമ്മണ, രണ്ടാളുകൾ ശോഭിക്കുന്നില്ല, വിപരീതമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് രണ്ടാളുകൾ ശോഭിക്കുന്നില്ല. അതാരൊക്കെയാണ്? ഗൃഹസ്ഥ നിരാരംഭ, യാതൊരു ആരംഭവും ഒരു തുടക്കവും ഒരു കാര്യവും ചെയ്യാത്ത ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ആളുകളും, കാര്യവാംശൈവ ഭിക്ഷുക, ഭയങ്കര തിരക്കിൽപ്പെട്ട് നടക്കുന്ന സന്യാസി. ഇവർ രണ്ടും ഇവരെ കാര്യമല്ല ചെയ്യുന്നതെന്നർത്ഥം. വിപരീതേന കർമ്മണ. നിരാരംഭ, അതിൻ്റെ അന്വയം നോക്കുമ്പം നിരാരംഭ ഗൃഹസ്ഥ, കർമ്മത്തിൽ വിമുഖനായിട്ടുള്ള ഗൃഹസ്ഥാശ്രമവാസിയും, കാര്യവാൻ ഭിക്ഷുകാച്ച കർമ്മണി രഥ സന്യാസീച്ച, വളരെയധികം കർമ്മങ്ങളിൽ രതി ഉള്ള ആ ഒരു സന്യാസി
ദ്വൗ ഏവ വിപരീതേന കർമ്മണ, ഇവർ രണ്ടുപേരും വിപരീതമായ കർമ്മങ്ങളെ കൊണ്ട് വിരാജത ഏവ, ഇവർ ഒരിക്കലും ശോഭിക്കില്ല എന്നർത്ഥം. സന്യാസി എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ട് ഇരുന്നിട്ട് ഈശ്വരനെ വിചാരിക്കേണ്ട ആളാണ്. ഗ്രഹത്തിൽ ജീവിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ, കൃഷിയോ അയാൾക്ക് പറ്റുന്ന പണികൾ അയാൾ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ കർമ്മത്തിൻ്റെ നേരെ വിമുഖത കാണിച്ചിട്ട് ഇരിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം അങ്ങനെ മോള് പറഞ്ഞ പോലുള്ള ആളുകൾ ആണെങ്കിൽ അവർ ശോഭിക്കില്ല എന്നർത്ഥം. അതാത് സ്ഥലത്ത് അവർ ശോഭിക്കില്ല. ഇനിയും പറയാണ് ദ്വാവിമോ, 64 പേജാണ്. ദ്വാവിമൗ പുരുഷൗ രാജൻ സ്വർഗസ്യോപരി തിഷ്ഠത പ്രഭുശ്ച ക്ഷമയായുക്തോ ദരിദ്രശ്ച പ്രധാനവാൻ. ദ്വാവിമൗ പുരുഷൗ, ഈ രണ്ട് പുരുഷന്മാർ അല്ലെ ഒരു രാജാവ്, സ്വർഗത്തിന്റെ മുകളിലാണ് അവർക്ക് സ്ഥാനം. ആ രണ്ട് പുരുഷന്മാർക്ക് അത് ആർക്കൊക്കെയാ? പ്രഭുശ്ച ക്ഷമയായുക്തോ, വളരെയധികം ക്ഷമയുള്ള ഒരു പ്രഭുവും, അതേപോലെ ദരിദ്രശ്ച പ്രധാനവാൻ, ദാനം ധാരാളം ചെയ്യുന്നൊരു ദരിദ്രനും. അപ്പം അന്വയം പറയുകയാണെങ്കിൽ രാജൻ ഇമേ ദൗ പുരുഷവും ഈ രണ്ട് പുരുഷന്മാർ ആരൊക്കെയാണ്? ക്ഷമയായുക്ത പ്രഭു, ക്ഷമയോടുകൂടിയുള്ള പ്രഭു, അതായത് സ്വാമി, ഉടമസ്ഥൻ, യജമാനൻ, തൻ്റെ പണിക്കാരോടും തൻ്റെ കീഴിലുള്ള എല്ലാവരോടും പ്രഭു വളരെ ക്ഷമയുള്ള ആളായിരിക്കണം, നല്ല സോഫ്റ്റായിട്ട് പെരുമാറുന്ന ആളായിരിക്കണം. അതേപോലെ അങ്ങനെ പെരുമാറുന്ന ആളും പ്രധാനവാൻ ദരിദ്രഹാച്ച, ദാനശീലനായിട്ടുള്ള, ദാനശീലനാണ്, പക്ഷേ അദ്ദേഹം വളരെ ദരിദ്രനാണ്. അങ്ങനെയുള്ള ആൾ ദാനവാനായിട്ട് വളരെ ദരിദ്രനാണെങ്കിലും ദാനം ചെയ്തിട്ട് ദരിദ്രനായുള്ള ഒരാളെ കഥയാണ് മൃച്ഛകട്ടികം എന്ന് പറഞ്ഞുള്ള നാടകം. ചാരുദത്തന്റെ കഥയാണ്. ദാനശീല നിസ്വച്ച പ്രധാനവാൻ ദരിദ്രഹച്ച, ദാനശീലനായിട്ടുള്ള ഒരു ദരിദ്രനും. പിന്നെ സ്വർഗസ്യ ഉപരി തിഷ്ഠത, അവര് രണ്ടാളുകളെയും സ്ഥാനം സ്വർഗത്തിന്റെ മുകളാണെന്ന് പറയാം. അവർ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ സന്മാർഗേണ പ്രാപ്തസ്യ ധനസ്യ വിനിയോഗേ വ്യതിക്രമവും. എന്താണ്? സന്മാർഗത്തിൽ കൂടെ നേടിയിട്ടുള്ള ധനത്തിന്റെ വിനിയോഗത്തിലുള്ള മാറ്റം, വ്യതിക്രമം എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മാറ്റം. 64 പേജ് തന്നെ. ന്യായാഗതസ്യ ദ്രവ്യസ്യ ബോദ്ധവ്യോ ദ്വാവതിക്രമവും. ന്യായാഗതസ്യ ദ്രവ്യസ്യ ബോദ്ധവ്യോ ദ്വാവതിക്രമവും അപാത്രേ പ്രതിപത്തിച്ച പാത്രേ അപ്രതിഭാവനം. അത് ന്യായം കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ദ്രവ്യത്തിന്റെ രണ്ട് അതിക്രമങ്ങൾ പറയാണ്. വ്യതിക്രമം എന്ന് പറഞ്ഞാലും അതിക്രമം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. വിശേഷണമുള്ള അതിക്രമമാണ് വ്യതിക്രമം. അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ മുമ്പോട്ട് നടക്കുക, അതാണ് ക്രമം. സംക്രമം എന്ന് പറഞ്ഞാൽ 2 മാസങ്ങൾ ഒരുമിച്ച് കൂടി ചേരുന്നതാണ് സംക്രമം. അപ്പം അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ സ്ഥലത്തേക്ക് കയറി കടക്കുക. അതാണ് ന്യായാഗതസ്യ ദ്രവ്യസ്യ ബോധവ്യോ ദ്വാവ് അതിക്രമവും. ഈ 2 കാര്യങ്ങൾ അതിക്രമങ്ങളായിട്ട് കണക്കാക്കേണ്ടതാണ്. അപാത്രേ പ്രതിപത്തിശ, അർഹതല്ലാത്തവന് കൊണ്ടുപോയിട്ട് കൊടുക്കാം. ദാനം ആവശ്യമില്ലാത്തവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറേ ദാനം കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവന് കൊടുക്കാണ്ടിരിക്കൽ. പാത്രേച അപ്രതിപാദനം. പിന്നെ പറയാണ് അന്വയ എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ 65 പേജിലാണ്. ന്യായാഗതസ്യ ദ്രവ്യസ്യ അപാത്രേ പ്രതിപത്തി സന്മാർഗേണ ലബ്ധസ്യ ധനസ്യ അയോഗ്യേ പുരുഷേ ദാനം. ന്യായം കൊണ്ട് വന്നു ചേർന്നതായ ദ്രവ്യത്തിന്റെ, ധനത്തിന്റെ അയോഗ്യനായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യലാണ്. പ്രതിപത്തി അവിടെ പ്രതിപാദിപ്പിക്കലാണ്, അവന് കൊടുക്കലാണ്. പ്രതി എന്ന് പറഞ്ഞാൽ അയാളുടെ നേരെ, പത്തി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് ചെരിയ, പതിക്കുക. അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് അപാത്രമായിട്ടുള്ള ഒരാൾക്ക്, അയോഗ്യനായിട്ടുള്ള ഒരാൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുക. പാത്ര അപ്രതിദാനം ച, പാത്ര എന്ന് പറഞ്ഞാൽ യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് ദാനം, അയാൾക്ക് എന്തെങ്കിലും കിട്ടിയാലേ കഴിയുള്ളൂ എന്നുള്ള ഒരാൾ, യോഗ്യ പുരുഷന് കൊടുക്കാണ്ടിരിക്കുകയും ചെയ്യാം. അദാനം ച ഇത് ദൗ അതിക്രമവും ബോധവ്യവും. ഈ 2 കാര്യങ്ങളും ദുരുപയോഗമായിട്ട് അറിയേണ്ടതാണ്, അതിക്രമം ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയോ കൃപണേന ധനികേന കർത്തവ്യേഷു
ക്ലേശാസഹിഷ്ണുനാ ദരിദ്രേണ ച ന കിമപി പ്രയോജനം. കൃപണേന ദരിദ്രേണ, ഒരു പിശുക്കനായിട്ടുള്ള ഒരു ധനികനെ കൊണ്ടോ കർത്തവ്യേഷു ക്ലേശാസഹിഷ്ണുനാ ദരിദ്രേണ, കാര്യങ്ങളിൽ ഒരു കർത്തവ്യങ്ങളായിട്ടുള്ള കാര്യത്തിൽ ഒട്ടും ക്ലേശം സഹിക്കാൻ വയ്യാത്തൊരു ദരിദ്രനും ആയിട്ടുള്ള ഒരാൾ ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയാണ്. ദ്വാവംബസി നിവേഷ്ടവ്യൗ ഗളേബത്വാ ദൃഢാം ശിലാം. ദ്വൗ അംബസി നിവേഷ്ടവ്യൗ. ദ്വൗ, ഈ രണ്ടുപേരെയും അംബസി നിവേഷ്ടവ്യൗ, വെള്ളത്തിൽ മുക്കി കൊല്ലേണ്ടതാണ്. അംബസ് വെള്ളം, നിവേഷ്ടവ്യൗ വെള്ളത്തിൽ നിവേശിപ്പിക്കേണ്ടതാണ്, വെള്ളത്തിൽ മുക്കി കൊല്ലേണ്ടതാണ്. എങ്ങനെ? ഗളേബത്വാ ദൃഢാം ശിലാം, കഴുത്തിൽ വലിയൊരു കരിങ്കല്ല് കെട്ടിയിട്ട്, ദൃഢാം ശിലാം ഗളേബത്വ, വലിയൊരു ഉറച്ച പാറക്കല്ല് വരെ കഴുത്തിൽ കെട്ടിയിട്ട് കയത്തിൽ കെട്ടി താത്തണം എന്നർത്ഥം. ധനവന്തം അതാധാരം, ധാരാളം പണമുണ്ട്, ഒരാൾക്കും ഒരു 10 പൈസ പോലും കൊടുക്കില്ല. പിന്നെ ദരിദ്രം ചാതപസ്വിനം, അതപസ്വിയായിട്ടുള്ള ആൾ. അതപസ്വി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, കർത്തവ്യേഷു അപരാമുഖം ഹീനം ച ക്ലേശാസഹിഷ്ണും ദരിദ്രം ച. ആ തപസ്വിയായിട്ടുള്ള ആൾ, അതപസ്വിനം ദരിദ്രം ച, ആ തപസ്വിയായിട്ടുള്ള ആ കർത്തവ്യത്തിൽ അയാൾക്ക് താല്പര്യമൊന്നുമില്ല എന്നർത്ഥം. കർത്തവ്യത്തിന് വേണ്ടി അയാൾ തപസ് ചെയ്യാൻ തയ്യാറല്ല. പിന്നെന്താണ്? അദാധാരം ധനവന്തം, ദാനം ഒന്നും ചെയ്യാതെയുള്ള ധനവാനെയും അതപസ്വിനം ദരിദ്രം ച കർത്തവ്യേഷു അപരാമുഖം ഹീനം ച. പരാങ്മുഖം കർത്തവ്യേഷു തപസ്വിനം ദരിദ്രം ച, ആ തപസ് യാതൊരു കഷ്ടപ്പാടും ചെയ്യാത്തവനായിട്ടുള്ള അവനും, അയാൾ കുറെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ അയാൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുള്ളൂ. പക്ഷെ അയാൾ അത് ചെയ്യുന്നില്ല. ആ തപസ്വിയാണ്. ആ തപസ്വിനം ദരിദ്രം ച, അയാൾ ദരിദ്രനാണ്, പക്ഷെ അയാൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല. കർത്തവ്യേഷു അപരാമുഖം ഹീനം ച, അപരാങ്മുഖം, പരാങ്മുഖം എന്ന് പറഞ്ഞാൽ മുഖം താഴ്ത്തിയിരിക്കുക, അപരാങ്മുഖം കർത്തവ്യേഷു പരാങ്മുഖം. അവിടെ അപരാങ്മുഖം എന്ന് പറയുമ്പോൾ ഈ വിപരീത അർത്ഥമായോ എന്ന് സംശയമുണ്ട്, ഒന്ന് ആലോചിക്കണം. എനിക്കതാ തോന്നുന്നു. കർത്തവ്യത്തിൽ പരാങ്മുഖനായിരിക്കുക എന്ന് പറഞ്ഞാൽ പരാങ്മുഖം, മുഖം അതിൻ്റെ നേരെ തിരിക്കാണ്ടിരിക്കുന്നവനാണ് പരാങ്മുഖം. അപ്പൊ അപരാമുഖം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ നേരെ ആയിട്ട് നിൽക്കുന്നയാളല്ലേ. അപ്പൊ അതൊന്ന് നോക്കണം. അതല്ല ക്ലേശാസഹിഷ്ണും ദരിദ്രം ച, ക്ലേശത്തിനെ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ദരിദ്രനും. ഈ രണ്ടാളുകളും ഗളെ ദൃഢാം ശിലാം ബദ്ധ്വ, കഴുത്തില് ഗുരുവിയും ഗ്രാവം നിബദ്ധ്യ, വലിയ പാറക്കല്ല്, ഗ്രാവ എന്ന് പറഞ്ഞ കല്ലാണ്, ഗുരുവി എന്ന് പറഞ്ഞാൽ വലിയതായത്, ആ കല്ല് കെട്ടിയിട്ട് അമ്പസിന് വേഷ്ടവ്യോ വെള്ളത്തെ കൊണ്ട് താത്തണം ഇവരെ രണ്ടുപേരെയും എന്ന് പറയാം. അടുത്ത ശ്ലോകം നമ്മളെ അവസാനത്തെ ശ്ലോകം തോന്നുന്നു. ഇനി വിതുര ഉപദേശത്തിൽ ശ്ലോകം ഒന്നും കാണുന്നില്ല, കഴിഞ്ഞു. 65-ാമത്തെ പേജ് ലാസ്റ്റ് ശ്ലോകമാണ്. പ്രകൃതം സന്യാസി യുദ്ധയമൃത വീര ചാ തേജസ സൂര്യമണ്ഡല ഭേദിനൗ സ്ത. സന്യാസിയായിട്ടുള്ള ആളും യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള വീരനായിട്ടുള്ള ആളും തേജസ് കൊണ്ട് സൂര്യമണ്ഡലത്തെ ഭേദിക്കുന്നവരായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ദ്വാവിമൗ പുരുഷവ്യാഘ്ര സൂര്യമണ്ഡല ഭേദിനോ. ഇതൊക്കെ ധൃതരാഷ്ട്രം ഉപദേശിച്ചത് ഈ ചങ്ങായി നന്നാവാൻ വേണ്ടിയിട്ടാണ്. ധൃതരാഷ്ട്രം നന്നായിട്ട് ധർമ്മപുത്രൻ മുതലായുള്ള പാണ്ഡവന്മാരെ മടക്കി വിളിച്ചിട്ട് അവർക്ക് രാജ്യം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കുറെ ഉപദേശിച്ചു നോക്കിയത്. അപ്പൊ ദ്വാവിമൗ പുരുഷവ്യാഘ്ര സൂര്യമണ്ഡല ഭേദിനവും പരിവ്രാട്ട് യോഗയുക്തശ്ചരണയ ചാഭിമുഖോ ഹത. അപ്പൊ അതിന്റെ അന്വയത്തിലേക്ക് വരുമ്പം, അന്വയം എന്ന് പറഞ്ഞാൽ അനു അയ എന്നുള്ള 2 വാക്കുകൾ കൂടിയതാണ്. അനു എന്ന് പറഞ്ഞാൽ പിന്നാലെ എന്നർത്ഥം. നമ്മൾ ഈ അനുയായി എന്ന് പറയില്ലേ, അനുയായി, യാ എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥമാണ്.
അനുയായി നേതാവിന്റെ പിന്നാലെ പോകുന്നയാളാണ്. അനു എന്ന് പറഞ്ഞാൽ പിന്നാലെ പിന്നാലെ എന്നർത്ഥം. പിന്നെ അയ അയധാതുവിന് പോവുക എന്നർത്ഥം. അപ്പം അന്വയ ഒരു വാക്കിന്റെ പിന്നാലെ 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 ഇങ്ങനെ മറ്റുള്ള വാക്കുകൾ പോയി നിൽക്കുന്നതാണ് അന്വയം. അർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വാക്കുകളൊക്കെ ഒരേപോലെ നിർത്തിയിട്ട് പറയുന്നതാണ്. നോക്കിക്കോളൂ, പുരുഷവ്യാഘ്രമായിട്ടുള്ളവനെ, കടുവയെപ്പോലുള്ള വ്യാഘ്രത്തെപ്പോലുള്ള പുരുഷ ധൃതരാഷ്ട്ര എന്ന് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയാണ് യോഗയുക്ത പരിവ്രാട്ട്. പരിവ്രാട്ട് എന്ന് പറഞ്ഞാൽ പരിവ്രജിച്ച ആള് സന്യാസി. യോഗയുക്ത പരിവ്രാട്ട്, യോഗം നല്ലോണം യോഗത്തോടു കൂടിയ സന്യാസി. അതായത് ധ്യാനയോഗാദികളാൽ യോജിപ്പിക്കപ്പെട്ടവനായ സന്യാസി, ചെയ്യേണ്ട കാര്യം ശരിക്കും ചെയ്യുന്ന സന്യാസി എന്നർത്ഥം. അതേപോലെ രണേ അഭിമുഖ ഹതശ്ച, രണത്തിൽ നേരെ നിന്നിട്ട്, യുദ്ധത്തിൽ നേരെ നിന്നിട്ട്, ശത്രുവിന്റെ നേരെ നിന്നിട്ട് മരിച്ചു പോയിട്ടുള്ള ആൾ, കൊല്ലപ്പെട്ടവനും. ഇമ ഉദ്ധവും, ഇവർ രണ്ടുപേരും സൂര്യമണ്ഡല ഭേദിനോ ഭവത, സൂര്യമണ്ഡലത്തെ ഭേദിച്ചിട്ട് സൂര്യമണ്ഡല മാർഗത്തിൽ കൂടെ കടന്നിട്ട് മുക്തിയെ പ്രാപിക്കാൻ വേണ്ടി അർഹതയുള്ളവരായി തീർന്നിരിക്കുന്നു. പിന്നെ എൻ്റെ സാറാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ അതേ സാധനം തന്നെയാണ് സാറായിട്ട് പറയുന്നത്. അത് നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ അവസാനം വന്നുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കോളൂ. 66-ാം പേജ് ഉണ്ട്. അപ്പൊ അതിന്റെ വസ്തുനിഷ്ഠ പ്രശ്ന, അതിന്റെ ഉത്തരങ്ങളും അതേപോലെ അവിടെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. വെറുതെ എങ്ങനെ അവർ എന്താ പറയുക, സംശയങ്ങൾ ചോദിച്ച അപ്പം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ബാക്കിലുള്ള ചോദ്യം നോക്കിയിട്ട് അത് ഏത് ശ്ലോകത്തിലാണ് വരുന്നത്, ആ ശ്ലോകത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പരീക്ഷയൊക്കെ എളുപ്പമാവും. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കാര്യമാണ്, അലങ്കാര കാര്യമാണ്. അത് നല്ല ശ്രദ്ധ വേണം, നല്ല തലമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ല. കേട്ട് പുസ്തകം അടുത്ത് വെച്ച് പല തവണ ഇരുന്നിട്ട് നോക്കുമ്പോഴേ ഇത് നമ്മളെ തലയിലേക്ക് കയറുള്ളൂ. ചെറിയ സാധനമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രദ്ധിക്കണം. ഓക്കെ.